ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വിറകടുപ്പിലെ കുക്കിങ്ങും പരിപാടികളൊക്കെ ആണ് കേട്ടോ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ സെറ്റാക്കുന്നത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒന്ന് എന്താ പറയുക, തിരിച്ചു വരാമെന്നുള്ള രീതിക്ക് അങ്ങനെ എടുത്തതാണ്. നമ്മളൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര മടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാം, അതുപോലെ അടുപ്പിൽ കുക്ക് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാവിലെ വെള്ളമോ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. കട്ടൻ ചായ കുടിക്കുന്ന ഒരു ദുശ്ശീലം ഞാൻ പിന്നെയും തുടങ്ങിയതാട്ടോ. കുറേ കാലമായിട്ട് നിർത്തി വെച്ചൊരു പരിപാടിയായിരുന്നു. അപ്പോൾ പിന്നെ ചായയൊക്കെ എടുത്ത് കുടിക്കും. ചില സമയത്ത് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാൻ തോന്നും, അങ്ങനെ ചായയൊക്കെ കുടിക്കും. പിന്നെ ചായ കുടി കുറച്ചപ്പോൾ നല്ലതായിരുന്നു, സ്കിന്നും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു ദുശ്ശീലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്കിനി ഒഴിവാക്കാമല്ലോ എന്നുള്ളതിൽ. പിന്നെ പലഹാരമൊക്കെ കഴിക്കുകയാണ്. ഇപ്പം നല്ല ഫുഡ് അടിയാണ്, അൺഹെൽത്തി ആയിട്ട് അങ്ങനെ തോന്നുന്ന ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല, വലിയ പണിയോ കാര്യങ്ങളൊന്നുമില്ല. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്കൂളും ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് പതുക്കെ ഇന്നത്തെ കുക്കിംഗ് പരിപാടിയാണ് മെയിനായിട്ടുള്ളത്. അത് പതുക്കെ ചെയ്താൽ മതി. പിന്നെ വീടും ഭയങ്കര മെസ്സൊന്നും ആയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നല്ലോണം ക്ലീനൊക്കെ ചെയ്താണ്. അതുകൊണ്ട് വീട്ടിൽ വലിയ അങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊന്നുമില്ല. മെയിനായിട്ട് കുക്കിംഗ് ആണുള്ളത്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് കുറേ നാളായി. അപ്പം എന്തായാലും അടുപ്പൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ച്. അടുപ്പ് കത്തിക്കാമെന്ന് വെച്ചാൽ തന്നെ അതൊരു വലിയ പണിയാണ്. കാരണം കിച്ചണൊക്കെ മെസ്സാവുമല്ലോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തപ്പോൾ മാത്രമേ നമുക്ക് അതിനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ചെയ്യാം. ഇതിപ്പോൾ പുറത്തൊരടുപ്പൊക്കെ ആണെങ്കിൽ ഈസിയാണ്. ഇതിപ്പോൾ അകത്ത് തന്നെ ആയതുകൊണ്ട് ഫുള്ള് കച്ചറയാവും കേട്ടോ. അപ്പോൾ ഞാൻ വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ സ്ഥിരമായിട്ട് ഗ്യാസും ഇൻഡക്ഷനും യൂസ് ചെയ്തിട്ടാണ് കുക്കിങ്ങൊക്കെ ചെയ്യുക. അപ്പോൾ അത് സ്ഥിരം ചെയ്യുന്നൊരു പണിയല്ലാത്തതുകൊണ്ട് തന്നെ അത്ര നല്ല വിറക് കാര്യങ്ങളൊന്നും ഞാനങ്ങനെ സ്റ്റോക്ക് ചെയ്തൊന്നും വെക്കലില്ല കേട്ടോ. അതൊക്കെ ഞാൻ അവിടുന്ന് നമ്മളെ പറമ്പിൽ നിന്നും ഒക്കെ പെറുക്കിയതും പിന്നെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഓൾഡ് സ്റ്റോക്ക് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കത്തിക്കുന്നത്. പിന്നെ ഇത് സ്റ്റീലിൻ്റെ അടുപ്പല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ഇട്ട് കത്തിക്കാം. നമ്മൾ ആലുവ അടുപ്പ് സ്റ്റീലാവുമ്പോൾ അതിൽ ചിരട്ട കത്തിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് സ്റ്റീലല്ലാത്തതുകൊണ്ട് ഇതിൽ എന്ത് വേണമെങ്കിലും കത്തിക്കാമെന്ന് അതുണ്ടാക്കിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നല്ല ഉണങ്ങിയ ഓലയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുക. നമ്മൾ തീ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പാത്രവും വെച്ചിട്ട് നല്ലോണം ഒന്ന് വീശി കൊടുത്താൽ അപ്പം തന്നെ അത് നല്ലോണം ആളി കത്താൻ തുടങ്ങും കേട്ടോ. നന്നായിട്ട് കത്തിക്കിട്ടും. നമ്മൾ സ്ഥിരം യൂസ് ചെയ്തില്ല എന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫിഷ് കറിയാണ് ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചത്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കൂടിയുള്ള കറിയാണ്. പിന്നെ അത് അരി കഴുകിയിട്ട് അപ്പുറത്തെ ഒരു ചെറിയ അടുപ്പത്തേക്ക് വെക്കുകയാണ്. കറി വെന്തതിൻ്റെ ശേഷം നമുക്ക് ചോറൊക്കെ വെക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോട് കൂട്ടുണ്ടതുകൊണ്ട് ആദ്യം തന്നെ കറി വെക്കാമെന്ന് വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊന്നും ഇടാതെ സിമ്പിളായിട്ടുള്ള നീർദോശ. മീൻകറി ഉണ്ടെങ്കിൽ നീർദോശ നല്ല ടേസ്റ്റാണല്ലോ. നീർദോശ ഞാൻ അടുപ്പിൽ വെക്കുന്നില്ല, അത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ പാനിൽ ഉണ്ടാക്കിയാൽ ഇത് നന്നാവും. ഫ്രൈ പാനിലല്ല, ദോശപ്പാനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞുതരാൻ മാറിപ്പോയതാണ്. നീർദോശ സിമ്പിളായിട്ട് പത്തിരിപ്പൊടിയും ഉപ്പും എണ്ണ വെള്ളവും കൂടി ഇട്ടിട്ട് കലക്കിയെടുക്കുകയാണ്. പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നുമില്ല. തേങ്ങയൊന്നും ഇട്ടുന്നില്ല കേട്ടോ. തേങ്ങ ചിരകാനൊന്നും പോകാനുള്ള സമയമില്ല. നമ്മൾ മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം നീർദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ മീൻകറി റെഡി ആയപ്പോൾ ഞാനത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, ചോറ് ഇറക്കി കൊടുത്തു. ചോറ് മെയിൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഇപ്പോൾ ചോറും തിളയ്ക്കാൻ തുടങ്ങി. അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ ഗ്യാസിലെ പോലെ അല്ലല്ലോ, പെട്ടെന്ന് നമ്മളെ ഫുഡ് പരിപാടികൾ കഴിയും. കിച്ചണിൽ തന്നെ നിൽക്കാൻ കുറേ സമയമുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് പെട്ടെന്ന് കഴിയുക. പക്ഷെ ഇത് കഴിഞ്ഞാൽ കുറേ ക്ലീനിങ് പരിപാടികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിനധികം മെനക്കെടാത്തത്. ജോലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനൊന്നും സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ആ നീർദോശയും റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കറി ആവുന്നതിൻ്റെ മുന്നേ എടുത്ത് വെച്ച ക്ലിപ്പാണ്. ആഡ് ചെയ്തപ്പോൾ ക്ലിപ്പ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയതാട്ടോ.
കുറേ നാളിന് ശേഷം ചെയ്യാറുണ്ട്, ചെറിയ അബദ്ധങ്ങളൊക്കെ എഡിറ്റിങ്ങിൽ വന്നു പോയതാണ്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താ എല്ലാവരെയും വിശേഷമൊക്കെ, വെക്കേഷനൊക്കെ എങ്ങനെ പോകണു? എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടും കേട്ടോ. എത്ര പേര് വീഡിയോ കാണുമെന്നറിയില്ല, കാരണം ചിലപ്പോൾ നിങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. നമ്മൾ കുറേ നാളിന് ശേഷം ഇടുന്നതുകൊണ്ട് തന്നെ പലർക്കും നോട്ടിഫിക്കേഷനൊന്നും വരില്ല. അപ്പോൾ എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റിയിലും കൂടെ ഇടാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്നൊന്നും ഞാൻ തീരുമാനിച്ചില്ല. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ മെയ് ഫസ്റ്റ് വീക്കിലാണ് ഞാനിത് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ ബാക്കി പരിപാടികളൊക്കെ തീർത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടും കേട്ടോ. കുറേ നാളിൻ്റെ ശേഷമല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാലാണ് നമുക്കൊരു റീച്ച് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നീർദോശ ആയി വരുന്നേ ഉള്ളൂ. ഒരിത്തിരി ഫസ്റ്റത്തത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ചട്ടി നന്നായിട്ട് ചൂടായിട്ടേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഇളക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നേരെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്താൽ മതി. ചട്ടി നല്ല ചൂടായിരിക്കണം. ചൂടായ ഒരു പുക വരുന്ന സമയത്താണ് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെന്താണ്, ഇതിൽ തേങ്ങ ഇട്ടുണ്ടായിരുന്നു അല്ലേ? സത്യം പറഞ്ഞാൽ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ തേങ്ങ ആഡ് ചെയ്യുന്നത് കണ്ടില്ലല്ലോ. അപ്പോൾ ചിരകി വെച്ച തേങ്ങ ഉണ്ടായിട്ട് എടുത്തിട്ടതാണെന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ദോശ കാണുമ്പോൾ അതിൽ തേങ്ങ ഉണ്ട്. നന്നായി നമ്മൾ ചെയ്യുന്ന സമയത്ത് തേങ്ങ ആഡ് ചെയ്തതായിട്ടൊന്നും കണ്ടില്ല. കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത്. ഇതും നേരത്തെ എടുത്തു വെച്ച ക്ലിപ്പ് കയറി വന്നതാണ്. നമ്മൾ ഫിഷ് കറി ആവുന്നതിൻ്റെ മുന്നേ എടുത്തു വെച്ചതാണ്. കുറച്ച് ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മീൻ കറി വെക്കുന്ന സമയത്ത് നമ്മൾ വെച്ചിറക്കിയല്ലോ, അതിൻ്റെ മുന്നേ മീനിടുന്ന സമയത്ത് എടുത്ത് വെച്ച ക്ലിപ്പാണ്. ഞാൻ കഷ്ണം മീനുകളാണ്, കുറച്ച് ഫ്രൈയും കുറച്ച് കറിയുമാണെന്ന് തോന്നുന്നു. ഒരുപാട് നാളായി വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. എല്ലാം കറിയിലേക്ക് തന്നെയാണോ? ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഫുള്ള് കറിയിലേക്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എന്തേലും ആവട്ടെ. ബാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഇവിടെ ആയിട്ട് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് ലാസ്റ്റ് എല്ലാം കൂടി എനിക്ക് പ്രാന്താവും. അടുപ്പിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ സ്മെല്ലും പിന്നെ അവിടെയൊക്കെ കുറച്ചൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ സ്പില്ലാവുമല്ലോ. അപ്പോൾ അതൊക്കെ അപ്പം ഒന്ന് തുടച്ചു കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയോ. അപ്പം ഞാനതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചോറുമായി, കറിയായി, നീർദോശയായി, പിന്നെ ചെറുപയറും കൂടി വെക്കാനുണ്ട്. ഇപ്പോൾ ഈ അടുപ്പിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അത് കനലാവുമല്ലോ. അപ്പോൾ അന്നേരം ഞാൻ ആ ചെറുപയറും കൂടി അങ്ങോട്ട് വെച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഈ അടുപ്പത്ത് വെക്കുന്ന ചോറിനൊരു നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഒരു പ്രത്യേക രീതിയിൽ നല്ല വിട്ട് ഇരിക്കുന്ന ചോറായിട്ട് വരും. അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ്, എന്നാലും അതങ്ങനെ ഒട്ടി പോകാണ്ട് നല്ല വൃത്തിക്ക് കിട്ടും അടുപ്പിൽ വെക്കുമ്പോൾ. ഇത് ചെറുപയറും പൊട്ടറ്റോ ക്യാരറ്റും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു സൈഡ് ഡിഷ് നമ്മൾ ഉപ്പേരി പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവിടെ നിന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വറവിട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കുറേ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്തപ്പോൾ. അതെല്ലാവരും നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്, അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.